Hi everyone. Today let's discuss the first chapter, 3 L's of Empowerment. It's an inspiring speech by Christine Lagarde, the first woman finance minister of France. In her speech, she advocates 3 L's of women empowerment, which include learning, labor and leadership. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്പീച്ചാണ്. ഇത് ഫ്രാൻസിലെ ഫസ്റ്റ് വുമൺ ഫിനാൻസ് മിനിസ്റ്ററുടേതാണ്. അപ്പം ഇതിൻ്റെ ടോപ്പിക്ക് 3 L's ഓഫ് എംപവർമെൻറ്റ്. എംപവർമെൻറ്റ് മീൻസ് സ്ട്രെങ്തനിങ്, മേക്കിംഗ് മോർ പവർഫുൾ, ശാക്തീകരണം. അപ്പം വിമൻ എംപവർമെൻറ്റ് മീൻസ് സ്ത്രീകളെ ശാക്തീകരിക്കുക. ഹൗ ക്യാൻ വി എംപവർ അവർ വിമൻ? അതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. 3 L's ഓഫ് എംപവർമെൻറ്റ്, ക്രിസ്റ്റീൻ ലഗാർഡി. ഗുഡ് ആഫ്റ്റർനൂൺ. ഇറ്റ്സ് ഗ്രേറ്റ് ടു ബി എമംഗ് ഫ്രണ്ട്സ് ആൻഡ് കിൻഡ്രഡ് സ്പിരിറ്റ്സ്. The 21st century poses many challenges that require new ways of thinking. None more important than the economic role of women in a rapidly changing world. But women today remain blocked from contributing their true potential. This has a huge cost. In some countries, per capita income lacks significantly because women are denied equal opportunity. They represent half the population but contribute far less than 50% of economic activity. What is needed to change this picture is a concerted effort to open the door to opportunity with what I call the 3 L's of women's empowerment: learning, labor and leadership. നമുക്ക് ഈ ഫസ്റ്റ് അതായത് സ്പീച്ച് ഓപ്പൺ ചെയ്യുന്നത് തന്നെ സാമ്പത്തികമായ റോള് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഇന്നത്തെ ഒരു സാമ്പത്തിക സ്ഥിതി രാജ്യത്തിൻ്റെയും അവരുടെയും മെച്ചപ്പെടാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പൊതുവെ പറഞ്ഞിരിക്കുന്നത്. The 21st century possesses many challenges that require new ways of thinking. ഈ ഒരു സെഞ്ച്വറിയിൽ നമ്മൾ നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ ചിന്തകളെ പുതിയ വഴി തിരിച്ചു വിടേണ്ടതുണ്ട്. None is more important than economic role of women in a rapidly changing world. അതിലേറ്റവും പ്രമുഖമായ ചിന്ത ഏതാണ്? സ്ത്രീ ശാക്തീകരണം. മറ്റൊന്നും അത്രയും വരുന്നില്ല. But women today remain blocked from contributing their true potential. അവരുടെ യഥാർത്ഥ പ്രതിഭ, പൊട്ടൻഷ്യൽ, അവരുടെ കഴിവ്, പ്രതിഭ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ, സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻ ഇന്ന് അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തുള്ള കോൺട്രിബ്യൂഷൻ വളരെ കമ്പാരിറ്റീവ്ലി കുറവാണ്. ദിസ് ഹാസ് എ ഹ്യൂജ് കോസ്റ്റ്. ഇൻ സം കൺട്രീസ് per capita income lacks significantly because women are denied equal opportunity. പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചില രാജ്യങ്ങളിൽ പെർ ക്യാപിറ്റ ഇൻകം താരതമ്യേന മറ്റതിനെ വെച്ച് നോക്കുമ്പോൾ വളരെ പുറകിലാണ്. കാരണം ഈ സ്ത്രീകൾക്കുള്ള അവസരം നിഷേധിക്കുന്നത് കൊണ്ട്. ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഡിനൈ എന്നാൽ നിഷേധിക്കുക, ഈക്വൽ തുല്യ അവസരം നിഷേധിക്കുകയാണ്. They represent half the world's population but contribute far less than 50% of economic activity. സാമ്പത്തിക രംഗങ്ങളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവാണ്. ശരിക്കും 50% മൊത്തം പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ജനസംഖ്യയിൽ 50% ഏകദേശം വരുന്ന ഇവർ അവരുടെ സാമ്പത്തിക മേഖലകളിലേക്കുള്ള സംഭാവന വളരെ കുറവാണ്. What is needed to change this picture is a concerted effort to open the door to opportunity with what I call 3 L's of women empowerment. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, പ്രധാനമായിട്ടും ചെയ്യേണ്ടത് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേണിംഗ്, ദെൻ കംസ് ലേബർ, ദെൻ ലാസ്റ്റ്ലി ഫൈനലി ലീഡർഷിപ്പ്. ആ 3 ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ 3 L's കൊണ്ടാണ് നമുക്ക് ഇവിടെ സ്ത്രീകളെ ഒന്ന് ശാക്തീകരിക്കുന്നത് പറ്റുള്ളൂ. അടുത്തത് ദ ഫസ്റ്റ് അബൌട്ട് ലേണിംഗ്. എഡ്യൂക്കേഷൻ ഇസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽഡ്. അപ്പോൾ ലേണിംഗ് ഈസ് ദ പ്രൈമറി ഫാക്ടർ ബിക്കോസ് ദ ഫൗണ്ടേഷൻ ഓഫ്
empowerment is learning. Learning helps women to help themselves and break the shackles of exclusion. അപ്പോൾ ലേണിങ് നമുക്ക് അല്ലെങ്കിൽ വേണ്ടുന്ന പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ, വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ തന്നെ അവളെ സൊസൈറ്റിയിലേക്ക് അവളുടെ റോള് അല്ലെങ്കിൽ അവളെ ഷാക്കിൾസ് എന്ന് പറഞ്ഞാൽ അവളെ ബന്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ബന്ധനത്തിൽ നിന്നും അവൾക്ക് പുറത്ത് വരണമെങ്കിൽ എന്ത് വരണം? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേണിംഗ് ആണ്, എഡ്യൂക്കേഷനാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇസ് എ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച്. അപ്പോൾ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ, സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനാണ്. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ഹെൽപ്പ് ദംസെൽസ് ആൻഡ് ബ്രേക്ക് ദ ഷാക്കിൾസ്, ആ ചെയിൻസ് ഓഫ് എക്സ്ക്ലൂഷൻ. നോവർ ഈസ് മോർ എസെൻഷ്യൽ ദാൻ ഇൻ ദ ഡെവലപ്പിംഗ് വേൾഡ്. പ്രത്യേകിച്ചും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ തീർച്ചയായിട്ടും നിർബന്ധമാണിത്. ദർ ഈസ് ആൻ ആഫ്രിക്കൻ അഡേജ് ദാറ്റ് ഗോസ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. അണ്ടർലൈൻ ചെയ്യണേ. ഇഫ് യു എഡ്യൂക്കേറ്റ്, ഒരു അഡേജ് മീൻസ് പ്രൊവേർബ്, ഒരു പഴഞ്ചൊല്ല്. ഏതാണെന്ന് നോക്കിക്കേ. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുമ്പം അത് ഒരാളിൽ ഒതുങ്ങി നിൽക്കുന്നു. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്, നിങ്ങൾ ആ ഒരു വില്ലേജിന് മുഴുവനും വിദ്യാഭ്യാസം കൊടുക്കുന്നതായിട്ട് കാണാൻ നമുക്ക്. കാരണം എന്തുകൊണ്ടാണ്? സ്ത്രീകൾ വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കുഞ്ഞുങ്ങൾക്കും ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തൊട്ടടുത്തൊക്കെയുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്ന ഒരു രീതിയിലേക്ക് അത് മാറും. ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്, labor is the second. Labor facilitates women to flourish and achieve their true potential, but at present when women participate in the workforce, they too often tend to get stuck in the low payment, low status and low security jobs. Globally, women earn only 3/4 as much as men, and even with the same level of education and in the same occupation. Surely, one of our most basic norms should be equal pay for equal work. Recent researches show that eliminating gender gaps in economic participation can bring an increase in the per capita income. അപ്പം പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ ആളോഹരി വരുമാനം. അപ്പോൾ രാജ്യത്തിലെ എല്ലാവർക്കും വരുമാനം ഉണ്ടെങ്കിൽ, പുരുഷനും സ്ത്രീക്കും ഒക്കെ അവരുടേതായ രീതിയിൽ ഒരു ചെറിയ വരുമാനമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. അപ്പോൾ ഇവിടെ ഇഫ് ലേണിംഗ് ഈസ് ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ്, ലേണിംഗ് ആദ്യത്തെ സ്റ്റെപ്പാണെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേബറാണ്, തൊഴിൽ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അപ്പോൾ അവരെ കൂടുതൽ സുഗമമാക്കുകയാണ്. ഫ്ലറിഷ് ചെയ്യുന്നത് സുഗമമാക്കുക. അവർ കൂടുതൽ സുഗമമാക്കണമെങ്കിൽ എന്ത് വേണം? ലേബറും കൂടെ വേണം. ആ ലേബറും കൂടെ, ജോലിയും കൂടെ വരുമ്പോഴാണ്, അല്ലെ തൊഴിലും കൂടെ കിട്ടുമ്പോഴാണ് സ്ത്രീകളുടെ ആ ഒരു ഉന്നതി അല്ലെങ്കിൽ ശാക്തീകരണം കൂടുതൽ സുഗമമാകുന്നത്. ഇനി തന്നെയുമല്ല, അച്ചീവ് ദ ട്രൂ പൊട്ടൻഷ്യൽ, അവരുടെ യഥാർത്ഥ പ്രതിഭയെ, അവരുടെ യഥാർത്ഥ കഴിവിനെ തിരിച്ചറിയുന്നു അപ്പോഴാണ്. ബട്ട് അറ്റ് പ്രസൻറ്റ് when women participate in the workforce, they too often tend to get stuck in low payments. സാധാരണ രീതിയിൽ സ്ത്രീകളെ തൊഴിൽ രംഗത്ത് ഒരേ തൊഴിലാണെങ്കിൽ കൂടെയും സ്ത്രീകൾക്ക് അവിടെ എപ്പോഴും പേയ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി, അപ്പം മെയിൽസിനെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ മെന്നെ കമ്പയർ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്മാരെ വെച്ച് കുറവാണ്. ലോ സ്റ്റേറ്റസ്, അവർക്ക് പലപ്പോഴും ചെയ്യുന്ന തൊഴിൽ ഒന്നാണെങ്കിൽ കൂടെയും അവരുടെ സ്റ്റേറ്റസും മറ്റവരെക്കാട്ടിലും ഒരു അല്പം താഴെയാണ്. ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, അപ്പോൾ അവരുടെ തൊഴിലിലുള്ള ആ ഒരു പുരുഷന്മാർക്ക് കിട്ടുന്ന അതേ ഒരു തുല്യ വേതനമോ ഒരു തുല്യ സ്റ്റേറ്റസോ അഥവാ ഒരു തുല്യ സെക്യൂരിറ്റിയോ സ്ത്രീ ജീവനക്കാർക്ക് പലപ്പോഴും കിട്ടുന്നതല്ല. ഗ്ലോബലി വിമൻ ഏൺ ഓൺലി 3/4 as much as men. ഗ്ലോബലി, ലോകം മുഴുവൻ നമ്മൾ നോക്കുമ്പോഴും വിമൻ നേടുന്നത് എത്ര മാത്രമേ ഉള്ളൂ? 3% മാത്രമേ അവർ നേടുന്നുള്ളൂ. അതായത് 75%. ഈവൻ വിത്ത് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ദ സെയിം ഓക്യുപ്പേഷൻ തൊഴിൽ. അപ്പോൾ ഒരേ തൊഴിൽ, ഒരേ എഡ്യൂക്കേഷൻ, പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് കിട്ടുന്ന വേതനവും അവർക്ക് കിട്ടുന്ന സുരക്ഷയും, സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷ, ഇതും കമ്പാരിറ്റീവ്ലി കുറവാണ്. ഷുവർലി
വൺ ഓഫ് അവർ മോസ്റ്റ് ബേസിക് നോംസ് ഷുഡ് ബി. അപ്പോൾ ആദ്യത്തെ ഒരു നോംസ് അല്ലെങ്കിൽ ഒരു റൂൾ അല്ലെങ്കിൽ മാനദണ്ഡം എന്ന് പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേ തൊഴിലിന് ഒരേ കൂലിയായിരിക്കണം, അല്ലെ ഒരേ വേജസ് ആയിരിക്കണം. Recent research show that eliminating gender gaps in economic participation can bring an increase in the per capita income. ജെൻഡർ ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം, സാധാരണഗതിയിൽ ആ ഒരു ലിംഗവ്യത്യാസം ഒഴിവാക്കുക. അല്ലെ സ്ത്രീകൾക്ക് അവിടെ ഇന്നത് മതി, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇന്നത് മതി, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇന്ന വേതനം, അല്ലെങ്കിൽ അവർക്ക് ഇന്ന ശമ്പളം, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ന ശമ്പളം, അങ്ങനെ പറ്റില്ല. കാരണം നമുക്കറിയാം ഒരേ തൊഴിൽ കൊടുക്കുമ്പോൾ ഒരേ പിന്നെ വേജസ് വരണം, വേതനമായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ രാജ്യം ആ എലിമിനേറ്റിംഗ് ജെൻഡർ ഗ്യാപ്സ്, അപ്പോൾ ആ ഒരു ഇതിനെ ഒഴിവാക്കുകയാണെങ്കിൽ, ഏതിനെ ഒഴിവാക്കുകയാണെങ്കിൽ ആൺ പെൺ വ്യത്യാസം എന്ന് പറയുന്നത് അതാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത്. ആ വ്യത്യാസത്തെ ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിച്ചിരിക്കും, ഇമ്പ്രൂവ് ചെയ്തിരിക്കും എന്നാണ് നമ്മുടെ ലഗാർഡ് പറയുന്നത്. വി ക്യാൻ അൺഡൗട്ടഡ്ലി പ്രൊമോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ഫോർ വിമൻ ഇൻ ദ വർക്ക് പ്ലേസ്. ഇറ്റ്സ് ഓൾ അബൌട്ട് ചേഞ്ചിങ് ലോസ്. ഫോർ എക്സാമ്പിൾ, ബൈ എൻഷുറിങ് that property and inheritance law do not discriminate against women. അതായത് നമുക്ക് തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിൽ സ്ത്രീ പുരുഷ വിവേചനം പാടില്ല. ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വിവേചനം, അത് പാടില്ല. ഈക്വൽ എഡ്യൂക്കേഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഈക്വൽ വേജ് നമ്മൾ ഫസ്റ്റിന് മുന്നേ കേട്ട് കഴിഞ്ഞതാണ്. അപ്പോൾ അതിന് എന്ത് വേണം? നിയമങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. ഏതുപോലെ എൻഷുറിങ് ദ പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ്. പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പിതാവിൻ്റെ സ്വത്ത് അല്ലെങ്കിൽ ഒരു കുടുംബസ്വത്തിന് പെൺകുട്ടികൾക്ക് അവകാശം കുറവും ആൺകുട്ടികൾക്ക് അവകാശം കൂടുതലും ഇല്ല. ഒരേ അവകാശമാണ്. ഒരേ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ ഒരു പെണ്ണാണോ ആണാണോ എന്ന് നോക്കാതെ അത് നമ്മൾ നിയമം കൊണ്ടുവന്നു. അപ്പോൾ അതിന് നിയമം കൊണ്ടുവന്നതുപോലെ തന്നെ ഈ തൊഴിൽ രംഗത്തും സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂടാൻ വേണ്ടിയിട്ടും അല്ലെ അവരുടെ അവസരങ്ങൾ കൂടാൻ വേണ്ടിയിട്ടും ഒരു നിയമങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് കൊണ്ടുവന്നേ പറ്റൂ. ഇറ്റ് ഓൾസോ മീൻസ് ദ പോളിസീസ് ദാറ്റ് എൻകറേജ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ. Moreover, we need to provide greater access to credit so that women can achieve greater economic independence. So learning and labor are key factors. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ വിമൻ എംപവർമെൻറ്റിൻ്റെ, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് ലേണിംഗ്, ദെൻ കംസ് ലേബർ. ഏതുപോലെ എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയറിന് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പ്രൊവൈഡ് ഗ്രേറ്റർ ആക്സസ് ടു ക്രെഡിറ്റ് സോ ദാറ്റ് വിമൻ ക്യാൻ അച്ചീവ് ഗ്രേറ്റർ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? തൊഴിൽ വേണം. തൊഴിൽ വരുമ്പോഴാണ് അവർക്ക് അവരുടേതായ ഇൻകം വരുന്നത്. അപ്പോൾ അവരുടേതായ ഇൻകം ഉണ്ടാകുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകം രാജ്യത്തിനും അത് നല്ലത് തന്നെ. സ്ത്രീകൾക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും അതിൽ നിന്നും ലഭിക്കുന്നതാണ്. The third L is leadership that enables women to rise and fulfill their innate abilities and talents. Here, there is plenty of room for improvement. The irony is that when women lead, they tend to do as good a job as others, if not a better job. They are more likely to make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. അവിടെ നമുക്ക് നിർത്താം. തേർഡ് എൽ, മൂന്നാമത്തെ എൽ ഏതാണ്? ലീഡർഷിപ്പ്. ഫസ്റ്റ് വൺ ലേണിംഗ്, സെക്കൻഡ് വൺ ലേബർ. ഇപ്പം ലേബറിൻ്റെ അവിടെ നമുക്ക് കുറച്ചിൻ്റെ പ്രശ്നങ്ങൾ പിന്നെ ലഗാർഡ് പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? അവിടെ ഈക്വൽ വർക്കിന് ഈക്വൽ പേയ്മെൻ്റ് അല്ല, അത് വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും അവസരങ്ങൾ കിട്ടുന്നില്ല, അല്ല ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. അപ്പോൾ അവിടെയൊക്കെ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഡിനൈഡ് ഈക്വൽ വേജ്, ആ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിയമപരമായിട്ട് അതിനെ നമ്മൾ ആ ഒരു രീതിയിൽ അവിടെ ഒരു അവസരങ്ങൾ നിഷേധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അവർക്കുള്ള നിയമങ്ങൾ സ്ത്രീകളെയും കൂടെ കണക്കാക്കിയിട്ട് വേണം എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. ഇനി അടുത്ത തേർഡ് എന്ന് പറയുന്നത് ലീഡർഷിപ്പ്. അപ്പോൾ ഇത്രയെല്ലാമായി, ലേണിംഗായി, ലേബറായി, ഇനി ഏത് വരണം? നേതൃനിരയിലേക്ക് വരണം, മുൻനിരയിലേക്ക് വരണം. പിൻനിരയിൽ ഒളിച്ചിരിക്കേണ്ടവരല്ല പെൺകുട്ടികൾ, മുൻനിരയിലേക്ക് വരണം. അപ്പോഴാണ് ശാക്തീകരണം പൂർത്തിയാവുകയുള്ളൂ.
fulfill their innate abilities, so as to fulfill their innate abilities and talents. അവൾക്ക് അവളുടേതായ നൈസർഗികമായ നൈപുണ്യങ്ങളുണ്ട്. ജന്മന, ഇനേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻബോണായിട്ട് അവൾക്ക് അവളുടേതായ ടാലൻസ് ഉണ്ട്, കഴിവുണ്ട്, അവളുടെ നൈപുണ്യങ്ങളുണ്ട്, അവളുടെ പ്രതിഭയുണ്ട്, പൊട്ടൻഷ്യലുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അതിനെ ഫുൾഫിൽ ചെയ്യണേ എന്ത് വരണം? ഫ്രണ്ട് റോയിൽ തന്നെ വരണം, നേതൃനിരയിൽ, മുൻനിരയിൽ വരണം. ഹിയർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്. അവിടെ റൂം എന്നുള്ളതിന് ഓപ്പർച്യൂണിറ്റി എന്നുള്ള മീനിങ് ആണ്, അവസരങ്ങൾ. പ്ലെൻറ്റി ഓഫ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ്, സ്ത്രീകൾക്ക് വളരാൻ അല്ലെങ്കിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് ഇവിടെ. ദ ഐറണി ഈസ് ദാറ്റ് വെൻ വിമൻ ലീഡ് ദെൻ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ് ഇഫ് നോട്ട് എ ബെറ്റർ ജോബ്. സ്ത്രീകൾ ചെയ്യുന്ന ഒരു ജോലി ഒരു വളരെ വലിയ ജോലി അല്ലെങ്കിൽ കൂടെയും അവരത് മാക്സിമം ഭംഗിയാക്കാൻ ശ്രമിക്കാറുണ്ട്. They are more likely to make decisions based on consensus building, inclusion, compassion and with a focus on long-term sustainability. ഏത് തൊഴിൽ മേഖലകളിലാണെങ്കിലും അല്ലെങ്കിൽ തൊഴിൽ സ്ഥാപനങ്ങളിലാണെങ്കിലും സ്ത്രീകൾ നേതൃനിരയിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് കൺസെൻഷ്യസ് ബിൽഡിംഗ്. കൺസെൻഷ്യസ് എന്നൊരു പൊതു താല്പര്യം അല്ലേ, ഒരു പൊതു സമ്മതം, ഒരു ജനറൽ എഗ്രിമെൻറ്റ്. പിന്നെ ഇൻക്ലൂഷൻ, കഴിയുന്നതും എല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട്. പിന്നെ കമ്പാഷൻ, എല്ലാത്തിനോടും ഒരു അനുകമ്പ അല്ലേ, അങ്ങനെ ഒരു സ്വന്തം ഒരു തീരുമാനം എടുത്ത് ഇതേ എവിടെ നടപ്പാകൂ എന്നല്ല. കമ്പാഷൻ ആൻഡ് ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, അത് കൂടുതൽ ദീർഘകാലം നിലനിൽക്കുന്നതാകാനും സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടെന്ന്. അപ്പോൾ കുറച്ചും കൂടെ കാര്യപ്രാപ്തി ഉള്ളത് സ്ത്രീകൾക്കാണെന്നാണ് നമ്മുടെ ലഗാഡി ഇവിടെ പറഞ്ഞു വരുന്നത്. അപ്പം നമ്മൾ പിൻനിരയിൽ പോകേണ്ടവരല്ല, അല്ലെ സ്ത്രീകൾ പെൺകുട്ടികൾ പിൻനിരയിൽ പോകേണ്ടവരല്ല, പെൺകുട്ടികൾ മുൻനിരയിലേക്ക് വരണം അല്ലേ. നമുക്ക് എത്രയോ രംഗങ്ങൾ പെൺകുട്ടി, ഇപ്പോൾ നമ്മുടെ ഈ അടുത്തിടെ തന്നെ സുനിത വില്യംസ് അല്ലേ, എത്ര കോടി ജനങ്ങളുണ്ടെങ്കിൽ കൂടെയും 1-2 ആൾക്കാണ് അതൊക്കെ പറ്റുള്ളൂ. പക്ഷെ അതിനകത്തൊന്ന് നമ്മുടെ സുനിത വില്യംസ് ആണെന്ന് അറിയുന്നതിൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അതുപോലെ പെൺകുട്ടികൾ നേതൃനിരയിലേക്ക് വന്നാൽ അതൊരു പ്രത്യേകത തന്നെയാണെന്ന്. വിമൻ സംടൈംസ് ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. അവരുടെ കഴിവിന് ചിലപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ മുൻനിരയിൽ വരാത്തത് കൊണ്ടാണ്. ബട്ട് ദേ നീഡ് ടു ചേഞ്ച് ദ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഇൻ ദെയർ ഫേവർ. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്, ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ദേ നീഡ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മൾ ആ നേതൃനിരയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. അതൊന്ന് എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യണം. ആ ഒരു മാനസിക നിലപാടിനെ, മൈൻഡ് സെറ്റിനെ എന്ത് ചെയ്യണം? റീസെറ്റ് ചെയ്യണം. ഇതിന് ഏറ്റവും അർഹയായവൾ ഞാൻ തന്നെയാണെന്ന് അത് ആ ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ വിമൻ ബി റെഡി ടു ഡെയർ ദ ഡിഫറൻറ്റ്. യു ഷുഡ് ബി കറേജിയസ് ടു ടേസ്റ്റ് ദാറ്റ് ഡിഫറൻസ്. അപ്പം നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ കാണാനുമല്ല അനുഭവിക്കാൻ പറ്റും. ഡെയർ ദ ഡിഫറൻസ് അല്ലേ. അതിന് മുന്നേ നമ്മൾ ഗേൾസിന് തന്നെ അല്ലെ പെൺകുട്ടികൾക്ക് തന്നെ ആ ഒരു കൂടുതലൊരു ഫ്രീഡം അനുവദിക്കുമ്പം അല്ലെ ആ മുൻനിരയിലേക്ക് വരുമ്പം നമുക്കുണ്ടാവുന്ന ആ മാനസികമായിട്ടുള്ള ഒരു എന്താ പറയുക ഔന്നിത്യം, ആ ഉയർച്ച നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ടു ടേക്ക് ദ റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺ. ഏത് റിസ്ക്കും ഏത് ചലഞ്ചിനെയും ഏറ്റെടുക്കാൻ പെൺകുട്ടികൾ അന്നേരം തയ്യാറാവും. ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദർ കംഫർട്ട് സോൺ. ആ നമ്മൾ സുരക്ഷിതമായിട്ടിരിക്കുന്ന ആ 4 ചുമരുകളുണ്ടല്ലോ, ആ വീടിൻ്റെ 4 ചുമരിൽ നിന്നും നമ്മളൊന്ന് പുറത്തേക്ക് വരുമ്പോഴാണ് ഏത് മനസ്സിലാകുന്നത്? നമ്മളുടെ കഴിവ് എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള ടാലൻസ് എന്തൊക്കെയാണ്, നമ്മളുടെ പ്രതിഭ എവിടെ നിൽക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കും അല്ലെങ്കിൽ സ്ത്രീകൾ വിചാരിക്കും സ്ത്രീകൾക്ക് കഴിവ് കുറവാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, പെൺകുട്ടികൾ കഴിവുള്ളവരാണ്, അവരാണ് പ്രതിഭയുള്ളത്. എന്തു കാര്യം ചെയ്യാൻ ഒരു പക്ഷേ കൂടുതൽ മികവുറ്റവരവരാണെന്നാണ് നമ്മുടെ ലഗാഡി നമുക്കൊന്നുകൂടെ കോൺഫിഡൻസ് തരികയാണ്. Nonetheless, even those with the drive to succeed continue face barriers. Whether we are talking about providing primary education for girls in a village or executive positions for women in business. അത് ഏത് നേതൃനിരയിലിരിക്കുന്ന ഏത് സ്ത്രീകളെടുത്താലും
പലതരം ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, തടസ്സങ്ങൾ അല്ലേ. മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം റിസ്ക്കുകളാണ് കൂടുതൽ. പക്ഷെ ആ റിസ്കിനെ ഓവർകം ചെയ്യാൻ പുരുഷന്മാരെക്കാളും സമർത്ഥരാണ് അല്ലെങ്കിൽ വിമൻ എന്നാണ് ഇവർ റൈറ്റർ പറയുന്നത്, അല്ലെ നമ്മുടെ സ്പീക്കർ പറയുന്നത്. അല്ലേ, നമുക്കറിയാം നമ്മുടെ ഷീമാട്ടി ഒക്കെ കൊണ്ടു നടക്കുന്നത് ഒരു സ്ത്രീയാണ് അല്ലേ. എത്രയോ പുരുഷന്മാർ, എത്രയോ കുലപതികളായ ബിസിനസ്സുകാരുടെ ഒപ്പം പിടിച്ചു നിൽക്കാൻ ആ ഒരു വ്യക്തിയെ കൊണ്ട് പറ്റുന്നു എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടാകാം. ആ തടസ്സങ്ങളെ മുഴുവനും നേരിട്ട് അതിനെ വളർച്ചയുടെ പാതയിലേക്ക് തന്നെ, വെറുതെ അവിടെ എവിടെയെങ്കിലും മൂലയിലൊരു കടയിട്ടിരിക്കുകയല്ല, പകരം അതിനെ മുൻനിര ശ്രേണിയിലുള്ള ഒരു ബിസിനസ് സ്ഥാപനമാക്കി കൊണ്ടുവരാൻ ആരെ കൊണ്ട് കഴിയുന്നുണ്ട്, ഷീമാട്ടിയിലെ ബീന കണ്ണനെ കൊണ്ട് കഴിയുന്നുണ്ട്. ഇനി ചെറിയ രീതിയിലുള്ള, വെദർ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രൊവൈഡിങ് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ് ഇൻ എ വില്ലേജ്, ഇനി ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ അല്ലേ, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു ചെറിയൊരു സെൻറ്റർ ആയിക്കോട്ടെ, അവരതിൻ്റേതായ റിസ്ക്കുകളുണ്ട്. പക്ഷേ അവിടെയാണെങ്കിലും തടസ്സങ്ങളുണ്ട്, പല തടസ്സങ്ങളെ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ അത് സമർത്ഥമായിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള കഴിവ് ആർക്കുണ്ട്, ഗേൾസിനുണ്ട്, അല്ല സ്ത്രീകൾക്കുണ്ട്. ഇറ്റ് ഈസ് ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വെയർ all women can meet their potential without any impediment or prejudice, and the world will reap the benefits, and the 3 L's will help us get there. It is the time to create a world where all women can meet their potential. എല്ലാ സ്ത്രീകൾക്കും അവരുടെ നൈസർഗിക വാസന, അവരുടെ പ്രതിഭയെ മാറ്റുരയ്ക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ. വിതൗട്ട് എനി ഇംപഡിമെൻറ്റ്സ് എന്ന് പറയുന്നത് ബാരിയേഴ്സ്, തടസ്സങ്ങൾ, ഓർ പ്രിജിഡിസ് എന്ന് പറഞ്ഞാൽ മുൻവിധി. അതൊരു സ്ത്രീയല്ലേ ചെയ്യുന്നത്, പോക്കാം. ആ ഒരു മുൻവിധിയെ നമുക്ക് എന്ത് ചെയ്യണം, മാറ്റിയെടുക്കണം. ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ്, ലോകം തന്നെയായിരിക്കാം ഇതിൻ്റെ മെച്ചം അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് കൂടുതൽ അനുഭവിക്കുന്നത്. കാരണം സ്ത്രീകൾ കൂടുതൽ രംഗങ്ങളിലേക്ക് വരുമ്പോഴും മുൻനിരയിലേക്ക് വരുമ്പോഴും അതിനെ അനുഭവിക്കാൻ അല്ലെങ്കിൽ അതിനെ പങ്കുവയ്ക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ നേട്ടങ്ങൾ ആ ഒരു വ്യക്തിയിലല്ല ഒതുങ്ങിയിരിക്കുന്നത്, പകലോ അത് ലോകം മുഴുവനും അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ദ 3 L's വിൽ ഹെൽപ്പ് us ഗെറ്റ് ദെയർ. തീർച്ചയായിട്ടും ഈ 3 L's, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്, ഹെൽപ്പ് us ഗെറ്റ് ദെയർ, നമ്മളെ അവിടെ എത്താൻ പ്രാപ്യരാക്കട്ടെ, യോഗ്യരാക്കട്ടെ. ഇഫ് വി ഡയർ ദ ഡിഫറൻസ് വിൽ ഡെലിവർ. പിന്നെ നമ്മളത് ഒരിക്കലും ഇതിനെ ഒന്ന് അനുഭവിച്ചറിഞ്ഞാൽ, ആ നേതൃനിരയിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന നമ്മുടെ മാനസിക നിലപാടിന് ഒരു ഔന്നത്യം അല്ലെങ്കിൽ അതിനൊരു ഉന്നതി, ആ മാനസിക അല്ലെങ്കിൽ മുമ്പോട്ട് വരുന്നത് തിരിച്ചറിയണം നമ്മൾ. ദ ഡിഫറൻസ് വിൽ, പിന്നെ നിങ്ങളായിരിക്കും കൂടുതൽ സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്റ്റീൻ ലഗാർഡ് പറയേണ്ട ആവശ്യമില്ല. കാരണം ആ മുൻനിരയിലേക്ക് വരുന്ന ഓരോ പെൺകുട്ടിയും ആരെ കൊണ്ടുവരും, ബാക്കി സ്ത്രീകളെ കൂടെ കൊണ്ടുവരും. കാരണം എന്തുകൊണ്ടാണ്, നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ, നമുക്ക് മനസ്സിലായി മുൻനിരയിലേക്കാണ് നമ്മൾ വരേണ്ടത്, പിന്നിലേക്കല്ല. അത് തന്നെയുമല്ല, ഏതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് പറഞ്ഞു കൊടുക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കില്ല, പെൺകുട്ടികൾക്ക് തൊഴിലവസരങ്ങൾ നിഷേധിക്കില്ല, പെൺകുട്ടികൾ മുൻനിരയിൽ വരുന്നതിൽ നിന്നും വിലക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും മുൻനിരയിലാണ് നമ്മൾ നിൽക്കേണ്ടത്, പിൻനിരയിലല്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി ഞാൻ അതിനടുത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് സെൻറ്റൻസുകളുണ്ട്, അതും കൂടെ നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ട 3 കാര്യങ്ങൾ. ഈ 3 L's ഓഫ് എംപവർമെൻറ്റ് ബൈ ക്രിസ്റ്റീൻ ലഗാർഡി, അവിടെ പ്രൊനൗൺസിയേഷൻ ക്രിസ്റ്റീൻ ലഗാർഡി എന്നാണ്. അപ്പോൾ ആ എംപവർമെൻറ്റ്, ആ ഒരു വേർഡ് സ്പെല്ലിങ്ങും ഒക്കെ നിങ്ങൾ പഠിക്കുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് പാരഗ്രാഫിലെ ഒരു സെൻറ്റൻസ് ഏതാണെന്നറിയാമോ? എഡ്യൂക്കേഷൻ ഈസ് ദ ഫസ്റ്റ് അല്ല, സെക്കൻഡ് പാരഗ്രാഫിലെ ഫസ്റ്റ് സെൻറ്റൻസ്, എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ അത് പുരുഷ സമൂഹത്തിലായിട്ട് സ്ത്രീ സമൂഹത്തിലായിട്ട്, പുരുഷന്മാർക്ക് പിന്നെ മിക്കവാർക്കും പേർക്ക് അവർ കൊടുക്കാത്തതുകൊണ്ടായിരിക്കില്ല, അവരതനുസരിച്ച് മുന്നോട്ട് വരാത്തതുകൊണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഫസ്റ്റ് എഡ്യൂക്കേഷനാണ്, അത് അണ്ടർലൈൻ ചെയ്യണം, അത് പഠിച്ചേ പറ്റൂ. എന്നിട്ടോ ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ, നമ്മൾക്ക് എവിടെയൊക്കെയാണോ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്, എവിടെയൊക്കെയാണോ നമ്മളെ മാർജിനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു വേർഡാണ്. ഏതാണ്? നമ്മളെ മാർജിനിൽ നിന്ന് വെളിയിലാക്കുക. അപ്പോൾ അത് എഡ്യൂക്കേഷനാണ് ഫസ്റ്റ്. പിന്നെ അടുത്തൊരു അതിൻ്റെ തന്നെ നെക്സ്റ്റ് പാർട്ട്, ആഫ്രിക്കൻ അജയ്, ഇഫ് എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, അജയ് എന്ന് പറഞ്ഞ ഒരു പഴയ അല്ലെങ്കിൽ ഒരു പഴഞ്ചൊല്ല്,
അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താണ്? എഡ്യൂക്കേറ്റഡ് ബോയ്, ഒരു വിദ്യാഭ്യാസം ഒരു ആൺകുട്ടിക്ക് കൊടുക്കുമ്പോൾ അതൊരു പുരുഷനിൽ ഒതുങ്ങി നിൽക്കുന്നു. ഒരു സ്ത്രീക്ക് കൊടുക്കുമ്പോഴോ സമൂഹത്തിന് നന്മയിലേക്കുള്ള തിരി തെളിക്കുന്നു. നല്ലൊരു പ്രയോഗമാണ്. ഈ എഡ്യൂക്കേറ്റഡ് ബോയ് യു ട്രെയിൻ എ മാൻ, എഡ്യൂക്കേറ്റഡ് ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പം ലേബർ ഫെസിലിറ്റേറ്റ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദ ട്രൂ പൊട്ടൻഷ്യൽ, അത് അണ്ടർലൈൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതും കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഒരെണ്ണോടെ ഉണ്ട് അവിടെ, ഓഫൺ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയ്മെൻറ്റ്, ലോ സ്റ്റേറ്റസ് ആൻഡ് ലോ സെക്യൂരിറ്റി ജോബ്സ്, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. ഇനി നെക്സ്റ്റ് ഇതിനകത്തേക്ക് വരുമ്പോഴത്തേനും they are likely to make decisions based on consensus building, inclusion, compassion and with a long focus on long term sustainability, അതും അണ്ടർലൈൻ ചെയ്യണം. പിന്നെ അടുത്ത നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് വരുമ്പോൾ ദേ നീഡ് ടു ചേഞ്ച് ദാറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ നറേറ്റീവ് ഇൻ ദെയർ ഫേവർ. അവരുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ മാനസിക നിലപാട്, ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഞാൻ മുന്നോട്ട് വന്ന് ശരിയാവില്ല, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല എന്നുള്ള അത് മാറിയിട്ട് നമ്മൾ അതിനനുകൂലമായിട്ട് നിൽക്കണം. എന്നിട്ട് ഡെയർ ദ ഡിഫറൻസ്, അപ്പം നമ്മളിൽ വരുന്ന ആ മാറ്റത്തെ നമ്മൾ തിരിച്ചറിയാനായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ അതും അത്യാവശ്യമാണ്. പിന്നെ ഇറ്റ് ഈസ് എ ടൈം ടു ക്രിയേറ്റ് എ വേൾഡ് വേർ ഓൾ വിമൻ ക്യാൻ മീറ്റ് ദർ പൊട്ടൻഷ്യൽ വിതൗട്ട് എനി ഇംപെഡിമെൻറ്റ്സ് ഓർ പ്രിജുഡീസ് ആൻഡ് ദ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ് ആൻഡ് ദ 3 L's വിൽ ഹെൽപ്പ് അസ് ഗെറ്റ് ദർ. അതും കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തോളാം. ഓക്കെ.